പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം നല്ല പരിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഒരു പ്രാവശ്യം കൂടെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ അസുലഭ സന്ദർഭത്തെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹാർവെസ്റ്റ് മിനിസ്ട്രി വചനദർശനം എന്ന ഈ പ്രോഗ്രാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി ഭവിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ കത്തിലൂടെയും ഇമെയിലൂടെയും ഫോണിലൂടെയൊക്കെ ഞങ്ങളെ വിളിച്ച് ദൈവം അവർക്ക് നൽകിയ വിടുതലിനെ കുറിച്ച് അറിയുവാനായിട്ട് ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട്. അനേക ഭവനങ്ങളിൽ അനേക ഇടങ്ങളിൽ കടന്നുപോയി പ്രാർത്ഥിപ്പാൻ്റെ അവസരം തന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിശ്ചയമായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്. എല്ലാ പ്രാർത്ഥനകളും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അനേകർ കർത്താവിനെ അറിയുവാനും യേശുക്രിസ്തുവിനെ ജനത്തിൽ സാക്ഷീകരിപ്പാനും ഇടയായി തീർന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദൈവമക്കളുടെ വിടുതലിന്റെ സന്ദേശം ഞങ്ങൾക്ക് അറിയുവാനിടയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും തുടർന്നും കഷ്ടങ്ങളിലും വേദനകളിലും ഭാരങ്ങളിലുമായിരിക്കുന്നവർക്ക് ദൈവജനം കേൾക്കുവാനും ദൈവിക വിടുതൽ അനുഭവിപ്പാനും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഈ എപ്പിസോഡ് ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്രദർ നോബൽ ജോർജ് ഉമ്മൻ മാനവൻ അവറുകളാണ്. പ്രിയ കത്രുദാസന്റെ എല്ലാ ബിസിനസ്സുകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, തൻ്റെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നിശ്ചയമായി എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ, കാരണം ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഈ പ്രോഗ്രാം ഒന്ന് നിർത്തേണ്ടി വന്നു, സാമ്പത്തികമായ ഒരുപാട് ബാധ്യതകൾ വന്ന കാരണം. അതുകൊണ്ട് വിടുതൽ പ്രാപിക്കുന്ന ഇത് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നിശ്ചയമായും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ സുവിശേഷ വേലയ്ക്ക് നല്ല കൈത്താങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായി ഇന്ന് പകൽക്കാലത്ത് ദൈവിക കേൾവിയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പലക്കാലം നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞ് നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്തോത്രം സർവശക്തനായ ദൈവം എഴുന്നള്ളി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിറ്റി സ്തോത്രം ഒരിക്കലും ദൈവത്തെ അന്വേഷിച്ചു പോകുകയല്ല. ദൈവം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെ തേടി വരികയാണ്. ഇന്ന് പാലക്കാലം പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പാലക്കാലം മുൻപിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, നിശ്ചയമായും സ്വർഗം നിന്നോട് ഇടപെടുവാൻ, സ്വർഗത്തിൽ നിന്ന് പാലക്കാലം നിന്നോട് പദ്ധതിയുണ്ട്. നിന്നോട് ഇന്ന് പാലക്കാലം സംസാരിക്കുവാനുണ്ട്. നിന്റെ ജീവിത ക്ലേശങ്ങളും ഭാരങ്ങളും അറിഞ്ഞ് സ്വർഗം ഇന്ന് പാലക്കാലം നിന്നെ വിടുവിപ്പാൻ അവൻ നിന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പാലക്കാലം ഹല്ലേലൂയ സർവശക്തൻ അതെ നിന്നോട് ഇടപെടുന്നത് കേൾക്കുവാൻ വളരെ താല്പര്യത്തോടായിരിക്കാൻ സർവശക്തൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് പാലക്കാല ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 24-ാമത് വാക്യം. ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർപ്പിച്ചു. മരണത്തിൽ അവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പദ്ധതി അതെ നിന്നിൽ നിവർത്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ശത്രുവിന്റെ എല്ലാ പദ്ധതികളും അവന്റെ എല്ലാ ശക്തികളും ഇന്ന് പാലക്കാലം പരാജയപ്പെടുവാൻ പോകുക. ദൈവത്തിന് നിന്നൊരു പദ്ധതി ഉണ്ടോ?
ദൈവത്തിന് നിന്നെ കുറിച്ച് ഉദ്ദേശമുണ്ടോ? ദൈവത്തിന് തലമുറയെ കുറിച്ച്, ദൈവത്തിന് നിന്റെ ഭവനത്തെ കുറിച്ച്, ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ മേലുള്ള സകല ശത്രുവിന്റെ പദ്ധതികളെയും അവന്റെ സകല ശക്തികളെയും ഇന്ന് പാലിക്കാലം തകർത്തുകൊണ്ട് നിനക്ക് ജയം തന്ന് അത് നിന്നെ മുൻപോട്ട് നടത്തുവാൻ എന്റെ ദൈവം സർവശക്തനാ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ശത്രുവായവൻ നിന്നെ ഒതുക്കി കളയുവാൻ, പലപ്പോഴും ശത്രുവായവൻ നിന്നെ തകർത്ത് കളയുവാൻ അതേ പദ്ധതി ഇട്ടുകൊണ്ട് നിന്റെ മേൽ കർത്തൃത്വം നടത്തിക്കൊണ്ട് അത് നിനക്കെതിരായി പോരാടുമ്പോൾ ഇന്ന് വാദിക്കലമെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഗ്ലോറി ഹല്ലേലൂയ. ശത്രുവിന്റെ സകല പദ്ധതികളെയും അവന്റെ സകല ശക്തികളെയും അവന്റെ സകല കരങ്ങളെയും ഇന്ന് വാൽക്കല തകർത്തുകൊണ്ട് നിനക്ക് വിജയം തരുവാൻ കഴിയുന്നൊരു ദൈവം കഴിഞ്ഞ നാളുകളിൽ നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഒതുക്കി കളയുവാൻ, നിന്റെ പലമുറയെ ഇല്ലായ്മ വരുത്തുവാൻ, ഒരു വിധത്തിലും ഒരു അവസ്ഥയിലും നിന്നെ മുൻപോട്ട് അതെ വിടുവാൻ കഴിയാതെ വണ്ണം നിന്നെ അടക്കി, നിന്നെ ഒതുക്കി, നിന്നെ മുടിച്ച് ദേശത്ത് നിന്നെ പരസ്യകോലമാക്കി നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ, നിന്റെ ശുശ്രൂഷ തലങ്ങളിൽ നിന്നെ ഒരു ഒന്നുമില്ലാത്തവനാക്കി, നിന്നെ ഒരു സീറോ ആക്കി തകർത്ത് കളയുവാൻ ശത്രുവാൻ നിന്റെ മേൽ പദ്ധതി ഇട്ട സ്ഥാനത്ത് ഗ്ലോറി ഹല്ലേലൂയ. ഇന്ന് വാലിക്കൽ അവന്റെ സകല പാശങ്ങളെയും അവൻ നിന്റെ മേൽ ചുറ്റിയിരിക്കുന്ന സകല കയറുകളെയും ഇന്ന് വാലിക്കാലം പൊട്ടിച്ച് അതിനെ തകർത്ത് അവന്റെ സകല പ്രതീക്ഷകളെയും അവന്റെ സകല ആശകളെയും ഹല്ലേലൂയ തകർത്തുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. നീ പുറത്ത് വരരുത്, നീ രക്ഷപ്പെടിക്കരുത്, നീ നന്മ അനുഭവിക്കരുത്. സ്തോത്രം. നീ വിജയം പ്രാപിക്കരുത്, നീ തല ഉയർത്തരുത് എന്ന് കരുതിക്കൊണ്ട് ശത്രുവായ നിന്നെ ഒതുക്കി കളഞ്ഞ സ്ഥാനത്ത്, നിന്നെ മുടിച്ച് കളയുവാൻ അവൻ പദ്ധതി ഇട്ട സ്ഥാനത്ത് ഇന്ന് വാലിക്കൽ അവന്റെ സകല പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് വിശ്വസിക്കാം. ഗ്ലോറി. ദൈവാത്മാവ് ഇന്ന് വാലിക്കൽ ഇടപെടും സഹോദര. പ്രൈസ് ദി ലോർഡ്. സഹോദര, ദൈവാത്മാവിന് ഇടപെടുകയാണ്. സഹോദരി, മാതാവേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് ഇന്ന് വാലിക്കൽ നിന്നോട് പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി നിന്നിലുണ്ടോ? യെസ്. യോസേപ്പേ, ഹല്ലേലൂയ. ദൈവത്തിന് നിന്നൊരു പദ്ധതി ഉണ്ടെങ്കിൽ യെസ്, സ്തോത്രം. നീ ഒരു സ്വപ്നം കണ്ടതാ, നീ ഒരു ദർശനം കണ്ടതാ, അത് നിന്നിൽ നിവർത്തിപ്പാനായി എന്റെ ദൈവത്തിന്റെ പദ്ധതി. അതിനെതിരെ ഏത് പ്രതികൂല ശക്തികൾ ഉയർന്നു വന്നാലും അതിനെയെല്ലാം തകർത്തുകൊണ്ട് എന്റെ ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ നിവർത്തിപ്പാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പരാജയം പേറിക്കൊണ്ട് നിരാശയുടെ അനുഭവത്തിൽ വിജയത്തിന്റെ സോപാനത്തിലേക്ക്, വിജയത്തിന്റെ തുറമുഖത്തേക്ക് എത്തപ്പെടുവാൻ കഴിയാതെ സ്തോത്രം വെക്കുന്ന ചുവടുകളെല്ലാം പരാജയത്തിന്റെ, തകർച്ചയുടെ, നഷ്ടത്തിന്റെ അനുഭവത്തിൽ ഇന്ന് വാലിക്കാലം നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ വിടുതലിന് വേണ്ടിയാണ് ഇന്ന് വാലിക്കാലം ദൈവാത്മാവ് ഈ ദൂതിനോട് സംസാരിക്കുന്നത്. ഗ്ലോറി. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. സഹോദരൻ, നിന്റെ വിടുതല ഇന്ന് വാലിക്കാലം ശത്രുവിന്റെ ശക്തി അവന്റെ കരം നിന്നെ വിട്ട് മാറുവാൻ പോകുക. വിശ്വസിക്കുക. ദൈവാത്മാവ് നിന്നെ തൊടുവാൻ പോകുക. പരിശുദ്ധാത്മാവ് നിന്നെ ഇപ്പോൾ അതെ തൊട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കരത്തിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. അവന്റെ കെട്ടുകൾ, അവന്റെ ബന്ധനങ്ങൾ, അവന്റെ ശക്തികൾ നിന്നെ വിട്ട് മാറിപ്പോകുകയും പോകുക. ദൈവമോ സ്തോത്രം മരണപാശങ്ങളെ അഴിച്ച് സ്തോത്രം അതിനെ പൊട്ടിച്ച് സ്തോത്രം മരണത്തിന് നിന്നെ ഒതുക്കി വെക്കാൻ,
നിന്നെ അടക്കി വെക്കുവാൻ. സ്തോത്രം. മതി സഹോദര, മതി സഹോദരി. സ്തോത്രം. ഈ ലോകത്തിന്റെ ശക്തിക്ക്, ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങൾക്ക്, ഈ ലോകത്തിന്റെ പോരാട്ടങ്ങൾക്ക്, ഈ ലോകത്തിന്റെ പ്രതിയോഗിക്ക് ഒരു പരിധി വരെ നിന്നെ ഒതുക്കുവാൻ കഴിയത്തുള്ളൂ. ഗ്ലോറി. ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. സ്തോത്രം. ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഇന്ന് പാലിക്കലം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ശത്രുവിന്റെ കരം നിന്നെ വിട്ട് മാറുവാൻ പോകുക. നിന്റെ തലമുറയിലുള്ള ദുഷ്ടന്റെ കരം ഇന്ന് പാലിക്കലം നിന്നെ വിട്ട് അകലുവാൻ പോകുക. ദൈവത്തിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ പോകുക. വിശ്വസിക്കാം. ഒരു പുതിയ തലങ്ങളിലേക്ക്, ഒരു പുതിയ മണ്ഡലങ്ങളിലേക്ക് നിന്നെ ഒതുക്കി, നിന്നെ അടക്കി നീ ദേശത്ത് ഹല്ലേലൂയ അതെ തല ഉയർത്തരുതെന്ന് ആ കരുതിക്കൊണ്ട് നിന്നെ ഒതുക്കി കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ നാമധേയം ദേശത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ ശത്രുവാൻ പദ്ധതി കിട്ട സ്ഥാനത്തുനിന്ന് ഇന്ന് പാലിക്കാലം ദൈവം ഇതിലെ യോസേപ്പേ, നീ കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാകുവാൻ പോകുക. ലോകം പറയും, ഒരുപക്ഷെ നിന്നെ ആക്ഷേപിക്കും, നീ സ്വപ്നക്കാരനാ, നീ ദർശനക്കാരനാ എന്ന് പലരും പറഞ്ഞ് നിന്നെ ആക്ഷേപിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ ഉണ്ടെങ്കിൽ, ആമേൻ, ദൈവത്തിന് സഹോദര നിന്നിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, സ്തോത്ര കർത്തൃദാസനെ ദൈവത്തിന് നിന്നൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയെ തകർത്ത് കളയുവാൻ, നിന്റെ ശുശ്രൂഷ ഇല്ലായ്മ വരുത്തുവാൻ, യെസ്, ദൈവം നിനക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു? അതിനെ ഇല്ലായ്മ വരുത്തുവാൻ, അതിനെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് മാലിക്കലമിനെ അടക്കി കളയുവാൻ, ഇനി ഒതുക്കി കളയുവാൻ ശത്രുവാൻ പദ്ധതി ഇട്ട സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവമോ പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്തു? മരണപാശങ്ങളെ അറുത്ത് അവനെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. മരണത്തിന് അവനെ ഒതുക്കി വെക്കുവാൻ യേശു ക്രിസ്തു എന്ന നാമധേയത്വം ഇതോടുകൂടെ തീർന്നു. ഇനി അവന്റെ നാമധേയം ഉയരുകയില്ല എന്ന് സ്തോത്രം പ്രതീക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ മരണത്തോടുകൂടെ, അവന്റെ അടക്കത്തോടുകൂടെ ഈ നാമധേയം ദേശത്ത് നിന്ന് പാടെ തുടച്ചു മാറ്റപ്പെട്ടുവെന്ന് ശത്രുവായവൻ ചിന്തിച്ച് വിചാരിച്ചിരിക്കുമ്പോൾ ശത്രുവിന്റെ സകല പ്രതീക്ഷകളെയും, അവന്റെ സകല സ്തോത്ര പ്രത്യാശയെയും, അവന്റെ സകല ചിന്തകളെയും തകിടം മറിച്ചുകൊണ്ട് മൂന്നാം നാൾ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൻ മുദ്ര പതിപ്പിച്ച കല്ലറയെ തകർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്റെ യേശു കർത്താവ് പുറത്തു വന്നു എങ്കിൽ, യെസ്, പ്രൈസ് ദി ലോർഡ്, എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 27-ാം അധ്യായത്തിന്റെ 62 മുതലുള്ള ചില വേദഭാഗങ്ങൾ വായിച്ചാട്ടെ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3-ാം നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുവോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്നു കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. നോക്കണമേ, യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കരുത് എന്ന്
വരുത്തേണ്ടതിനു വേണ്ടി, ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി പടയാളികൾ ചെന്ന് പീലാത്തോസിന്റെ അരികിൽ ചെന്ന് യേശുവിന്റെ കല്ലറയ്ക്ക് കൊടുക്കേണ്ടത് എല്ലാ സുരക്ഷിതത്വവും, എല്ലാ സെക്യൂരിറ്റി നൽകി അവൻ പുറത്തു വരാതെ വണ്ണം കാവൽ കൂട്ടത്തെ നിർത്തി അവന്റെ കല്ലറ അവൻ ഉറപ്പാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോളം കാര്യങ്ങൾ ചെയ്തോ, എന്ത് സഹായം വേണമെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യാം. ഈ ലോകമാകുന്ന ഗവൺമെന്റ് എല്ലാ ശക്തി ഉപയോഗിച്ച് യേശുവിന്റെ കല്ലറയ്ക്ക് ഉറപ്പുവരുത്തിയവൻ പുറത്തു വരാതിരിക്കേണ്ടതിന് കാവൽക്കൂട്ടത്തെ നിർത്തി മുദ്രകൾ വെച്ചു. പ്രൈസ് ദി ലോർഡ്. പടയാളികൾ അവന്റെ കല്ലറകളെ കാത്തു. എന്നാൽ സകലരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് യേശു കർത്താവ് പുറത്തു വന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവന്റെ മരണപാശങ്ങളെ അവൻ അറുത്ത്, സ്തോത്രം, എന്റെ കർത്താവ് മരണത്തെ ജയിച്ചവനായി, അതിന്മേൽ ജയം വരിച്ചവനായി പുറത്തു വന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ദൈവാത്മാവ് പറയുന്നു, ശത്രുവിന്റെ സകല പ്രതീക്ഷകളും അവന്റെ സകല ആഗ്രഹങ്ങളെയും ഇന്ന് പകൽക്കാലം നിന്നിലുള്ള, നിന്റെ തലമുറയിലുള്ള, നിന്റെ ഭവനത്തിന്മേലുള്ള, നിന്റെ ജോലി മണ്ണിന്മേലുള്ള, നിന്റെ ശുശ്രൂഷ മണ്ണിന്മേലുള്ള ദൂതന്റെ സകല കാര്യങ്ങളെയും ഇന്ന് പകൽക്കാലം, അവന്റെ സകല പ്രതീക്ഷകളെയും ഇന്ന് പകൽക്കാലം തകർത്തുകൊണ്ട് സ്വർഗം നിനക്ക് വിടുതൽ തരുവാൻ പോകുക, സ്വർഗം തന്നെ വിടിവിക്കുവാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ തലങ്ങളിലേക്ക് നിന്റെ ജീവിത മണ്ഡലങ്ങളെ, നിന്റെ ജീവിത സാഹചര്യങ്ങളെ ഇന്ന് പകൽക്കാലം വരെ ദൈവം നയിക്കുവാൻ പോകുക. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അതിന്റെ 1:18 വാക്യം, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കാം. യേശു ക്രിസ്തുവിന്റെ മൃത്യു ശരീരത്തെ ഉയർപ്പിച്ച അവന്റെ ഹല്ലേലൂയ ശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചറിയുവാൻ പോകുക. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുവാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിനെ മരണത്തിന് അടക്കുവാൻ, ഒതുക്കുവാൻ കഴിയാതെ മരണത്തിന്റെ കരാള ഹസ്തങ്ങളെ അവയെ അറുത്തുകൊണ്ട് അവനെ ഉയർപ്പിച്ച ആ ശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുവാൻ പോകുക. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. നിന്നെ ഉന്മൂലനാശം വരുത്തുവാൻ, നിന്റെ തലമുറയെ തകർത്ത് കളയുവാൻ, നിന്റെ ജീവിതത്തിന്റെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ, നിന്നെ ഹല്ലേലൂയ ഒതുക്കി അടക്കി പുറത്തിറങ്ങുവാൻ കഴിയാതെ, നീ പുറത്തു വരുവാൻ കഴിയാതെ, നീ നന്മ പ്രാപിപ്പാൻ കഴിയാതെ, നിന്റെ തലമുറകൾ നന്മ പ്രാപിപ്പാൻ കഴിയാതെ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ, അവരുടെ ചിന്താ മണ്ഡലങ്ങളെ, അവരുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളെ, അവരുടെ ഭാവി മണ്ഡലങ്ങളെ കെട്ടി ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അഴിമാറ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക. ചില ദൈവീയ വിടുതൽ ജീവിതത്തിൽ നടക്കുവാൻ പോകുക. ചില രോഗ കെട്ടുകളെ ദൈവം അഴിക്കുവാൻ പോകുക. യെസ്,
ദൈവാത്മാവിന്റെ പാലക്കലം ഇടപെടുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മ ഇടപെടുവാൻ പോവുക. സഹോദര, നിന്റെ ജീവിതത്തിന്മേലുള്ള ശത്രുവിന്റെ സകല കരങ്ങളെ അവൻ അറുത്തു മാറ്റുവാൻ പോവുക. ചില നന്മയുടെ വഴികൾ, നന്മ അനുഭവിപ്പാൻ കഴിയാതെ, വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ, സമാധാനം പ്രാപിപ്പാൻ കഴിയാതെ, ജയമെടുക്കുവാൻ കഴിയാതെ, ഭാരപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ നിന്നെ ഒതുക്കിക്കളഞ്ഞ മണ്ഡലങ്ങളിൽ, നിന്റെ ശുശ്രൂഷകളെ, നിന്റെ ഔദ്യോഗിക തലങ്ങളെ, നിന്റെ ബിസിനസിനെ ഒതുക്കിക്കളഞ്ഞ നീ ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിലേക്ക് വിജയം പ്രാപിപ്പാൻ കഴിയാതെ നിന്നെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൂട്ട ബന്ധനങ്ങൾ, ചില ദൂട്ടക്കെട്ടുകൾ ഇന്ന് വലുക്കാലം അഴിഞ്ഞു മാറുവാൻ പോകുക. രോഗക്കെട്ടുകൾ അഴിയട്ടെ. രോഗമിട്ട് നിന്നെ ഹല്ലേലൂയ ക്ഷീണിപ്പിച്ച രോഗത്തിന്റെ അടിമയാക്കി നീ ഇഴഞ്ഞു വലിഞ്ഞ് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ ഗ്ലോറിനെ ഭാരപ്പെടുത്തിക്കൊണ്ട് വേദപുസ്തകമായി നിനക്ക് മുൻപോട്ട് പോകുവാൻ പോലും കഴിയാതെ, ഈ പുസ്തകം ചുമക്കുവാൻ കഴിയാതെ നിന്നെ ഹല്ലേലൂയ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെ, നിന്റെ തലമുറയോർത്ത്, എന്റെ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് ഭാരപ്പെടുന്ന പിതാവേ, മാതാവേ, ദൈവം നിന്നെ വിടുവിക്കുവാൻ പോകുക. ദൈവം നിന്നെ വിടുവിപ്പാൻ പോകുക. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കുവാൻ പോകുക. നിന്റെ ബിസിനസിനെ ദൈവം അഭിവൃദ്ധിപ്പെടുത്തുവാൻ പോകുക. ചില പുതിയ മണ്ഡലങ്ങളിലേക്ക് നിന്റെ ബിസിനസിനെ തകർത്ത, നിന്റെ ജോലി മണ്ഡലങ്ങളെ തകർത്ത, നിനക്ക് യാതൊരു രക്ഷപ്പെടുവാൻ കഴിയാതെ നിന്നെ ഒരു ഹല്ലേലൂയ ശൂന്യമാക്കി തീർക്കുവാൻ ശത്രുവാൻ പദ്ധതി ഇട്ട സ്ഥാനത്ത് ഇന്ന് പാലക്കാട് ദൈവത്തിന്റെ വിശാലത്തിലേക്ക് നയിക്കുവാൻ പോകുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കുവാൻ പോകുക. അവർക്ക് വേണ്ടി പുതിയ മണ്ഡലങ്ങൾ ദൈവം തുറക്കുവാൻ പോകുക. കുഞ്ഞിന്റെ വിവാഹം നടക്കുവാൻ പോകുക. വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഭവനം പണിയുവാൻ ആഗ്രഹിച്ചിട്ട് അതിനെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ, ജീവിതത്തിൽ ഒരു ഹല്ലേലൂയ വിശാല വരുവാൻ കാണുവാൻ കഴിയാതെ, ശത്രു നിന്നെ ഒതുക്കി കളയ മണ്ഡലങ്ങളിൽ ഇന്ന് പാലക്കാട് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ അഴിയട്ടെ. നടുവിന്റെ കെട്ടുകൾ, ബന്ധനങ്ങളും അഴിയട്ടെ. നെഞ്ചിന്റെ വേദനകൾ, ചില ട്യൂമറുകൾ ഇന്ന് പാലക്കാട് യേശുവിന്റെ നാമത്തിൽ, ചില ത്വക്ക് രോഗങ്ങൾ ദൈവാത്മാവിൽ ഞാൻ കാണുകയാണ്. ഇന്ന് പാലക്കാട് യേശുവിന്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ. നീ പുറത്തു വാ. നീ ഒതുങ്ങി ആ സ്തോത്രം നീ ഒതുക്കി കളയുവാൻ ശത്രുവാനെ ഹല്ലേലൂയ ആക്കി വെച്ച മണ്ഡലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വാ. പുറത്തു വരുവാൻ കൽപ്പിക്കുക. ദൈവകൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് വലുക്കാലം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവം നിന്നെ തൊടുവാൻ പോകുക. സഹോദര, സഹോദരി, നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ, നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ നീ ആയിരിക്കുന്ന മണ്ഡലിത ദൈവ സ്പർശനം നീ അനുഭവിക്കുക. നീ പോകട്ടെ, മാറിപ്പോകട്ടെ. രോഗ സൗഖ്യം ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. അത്ഭുത വിടുതൽ, ചില വിശാലയുടെ, ചില നന്മയുടെ, ചില അനുഗ്രഹത്തിന്റെ ബാന്ധാവിലേക്ക് ദൈവമേ ദൂട്ടൻ കെട്ടിരിക്കുന്ന കെട്ടുകൾ ഇതുപോലെ ഭവനത്തിന്റെ ഉള്ളറയിൽ നിന്ന്, കുടുംബത്തിന്റെ ഉള്ളറയിൽ നിന്ന്, തലമുറയിൽ നിന്ന് ശരീരമണ്ഡലം വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത്ഭുതം നടക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് പാലക്കാട് ദൈവിക ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിടുതൽ പ്രാപിക്കുന്ന ദൈവമക്കൾ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇതിനു വേണ്ട അതേ കൈത്താങ്ങലുകൾ, സഹായങ്ങളും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാനുള്ളവർ താമസിക്കേണ്ട വിളിക്കുക. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ വിളിക്കുക. 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ പ്രോഗ്രാം കാണുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.